ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലെവിസ് മോട്ടോർ ഗ്യാരേജിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് തന്നെ ഇപ്പോൾ ഒരു 149ാമത്തെ വീഡിയോ ആണിത്. സോ 149ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഒത്തിരി വീഡിയോസ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കാണ്. നമ്മുടെ അൾട്രാവയലറ്റ് F77 Match 2-ൻ്റെ റീകോൺ എന്ന മോഡലിൻ്റെ ഒരു പാർട്ട് 2 ആണിത്. സോ ഇത് പാർട്ട് 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലത്തെ കാര്യങ്ങളാണ് വരുന്നത്. സോ ഫീച്ചേഴ്സൊക്കെ മാത്രമല്ല, ഇതിൻ്റെ വിലയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 1-ൽ അതിൻ്റെ വിലകളും മാച്ച് 2-ൻ്റെ രീതികളും അതിൻ്റെ ഫീച്ചേഴ്സും പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാച്ച് 2 റീകോണിൻ്റെ ആണെങ്കിൽ പ്രൈസും കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ബാക്കി കുറച്ച് ഫീച്ചേഴ്സ് മാച്ച് 2-ൻ്റെയും മാച്ച് 2 റീകോണിൻ്റെയും കിടപ്പുണ്ട്. സോ അതിൻ്റെ ആണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത്. സോ നമുക്ക് എന്തെങ്കിലും വീട്ടിലിട്ട് കടങ്ങാം. കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. സോ രണ്ടാമത്തെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സുണ്ട്. അതിലൊന്നാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് സ്പീഡ് 155 കിലോമീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ വേഗത എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഡിജിറ്റൽ കൺസോളാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് നീളമേറിയ സീറ്റുകളും അതുപോലെ തന്നെ അലൂമിനിയമായിട്ടുള്ള ചാർജിങ് ലെഡും അതുപോലെ തന്നെ ക്വാളിറ്റി സ്വിച്ച് ഗിയറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവും ഇതിൽ അവൈലബിളാണ്. സോ പിന്നെ വരുന്നൊരു കാര്യമാണ് ട്യൂണിങ് ആക്സസറി എന്ന് പറയുന്നത്. ട്യൂണിങ് ആക്സസറി തന്നെയാണ് ഇതിന് പറയുന്നത്. സോ അതിൽ വേറെ കുറേ ഫീച്ചേഴ്സ് ഇനി കിടപ്പുണ്ട്. അതിൽ വേറെ ആണ് സൂപ്പർ സോണിക്, അതുപോലെ തന്നെയാണ് സൂപ്പർ ഫീച്ചറുകൾ, അതുപോലെ തന്നെ സൂപ്പർ റേഞ്ച്, വാറൻറ്റി, അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജ്, ഡെൽ വാച്ച്, ഇതുപോലത്തെ മോഡലുകളെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സാണ്. സോ ഇപ്പോൾ എന്തായാലും ആയത് നമുക്ക് ഒരെണ്ണം നോക്കാം. അതാണ് 7.7 സെക്കൻഡാണ് ഇതിൻ്റെ 0 തൊട്ട് 100 കിലോമീറ്റർ വരെ എത്താൻ. മാക്ക് 2-നും മാക്ക് 2 റീകോണിനും സെയിം വരുന്നത്. സോ അപ്പോൾ 100 കിലോമീറ്റർ വരെ വേഗം വരാൻ വേണ്ടി വെറും 7.7 സെക്കൻഡ് മാത്രമേ വരത്തുള്ളൂ. കൂടിപ്പോയ 8 സെക്കൻഡിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യമാണ് സൂപ്പർ സോണിക് എന്ന് പറയുന്നത്. മണിക്കൂറിൽ 155 കിലോമീറ്ററാണ് രണ്ട് വേരിയൻറ്റിൻ്റെയും റേഞ്ച് വരുന്നത്. അതായത് ഇതിൻ്റെ കൂടിയ വേഗം എന്ന് പറയുന്നത്, ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 Nm ടോർക്കാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ സൂപ്പർ ഫീച്ചറുകൾ പറയുകയാണെങ്കിൽ ഡൈനാമിക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഉപയോഗിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. കൈനറ്റിക് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലേക്കും കൺവേർട്ട് ചെയ്താണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വർക്കാവുന്നത്. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ വേറെ ഫീച്ചറുകളും ഇതിൽ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ മാക്ക് 2-ൽ 3 ലെവലുകളാണ് ഇതിലുണ്ടായത്. മാക്ക് 2 റീകോണിൽ 10 ലെവലുകളും ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മോഡുകൾ ഇഷ്ടംപോലുണ്ട്. അതായത് റൈഡ് മോഡുകളാണ് മെയിനായിട്ട് വരുന്നത്. മൂന്ന് റൈഡ് മോഡുകളാണ് വരുന്നത്. ഒന്ന് ഗ്ലൈഡ് മോഡും, അതുപോലെ ബാലിസ്റ്റിക് മോഡും, അതുപോലെ തന്നെ കോമ്പാക്റ്റ് മോഡുമാണ് ഇതിന് വരുന്നത്. സോ അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ റേഞ്ചാണ് വരുന്നത്. സൂപ്പർ റേഞ്ചിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ഡ്രൈവ് സൈക്കിളിൽ 211 കിലോമീറ്ററാണ് മാക്ക് 2-ൻ്റെ റേഞ്ച്. അതാണ്. അതുപോലെ തന്നെ മാക്ക് 2 റീകോണിന് 323 കിലോമീറ്ററാണ്. സോ അതുപോലെ തന്നെ റൈഡ് മോഡിനനുസരിച്ച് റേഞ്ചിലും മാറ്റമുണ്ട്. സോ അപ്പോൾ മാക്ക് 2-ൽ 183 കിലോമീറ്റർ ഗ്ലൈഡ് മോഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ
144 കിലോമീറ്റർ കോമ്പാക്ട് മോഡിലും അതുപോലെ തന്നെ 128 കിലോമീറ്റർ ബാലിസ്റ്റിക് മോഡലുമാണ് വരുന്നത്. അതുപോലെ തന്നെ മാക്ടു റീകോണിൽ 266 കിലോമീറ്റർ ഗ്ലൈഡ് മോഡിലും അതുപോലെ തന്നെ 209 കിലോമീറ്റർ കോമ്പാക്ട് മോഡിലും അതുപോലെ തന്നെ 186 കിലോമീറ്റർ ബാലിസ്റ്റിക് മോഡിലുമാണ് വരുന്നത്. സോ അത് കഴിഞ്ഞ് വാറണ്ടി ഈ മോട്ടറിൻ്റെ വാറണ്ടി വരുന്നത് ഇതിൽ 3 ബാറ്ററി പാക്കേജ് വാറണ്ടി പാക്കേജുകൾ കിട്ടുന്നുണ്ട്. സോ അതിൽ ഒന്നാണ് നമ്മുടെ UV കെയർ, രണ്ടാമത്തെ UV കെയർ പ്ലസ്, മൂന്നാമത്തെ UV കെയർ മാക്സ്. സോ ഈ 3 ബാറ്ററി അല്ലെങ്കിൽ മോട്ടറിൻ്റെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. UV കെയറിൽ 3 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്ററാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ UV കെയർ പ്ലസിൽ 5 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററും, മൂന്നാമത്തേത് UV കെയർ മാക്സിൽ 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്ററുമാണ്. ഇത് നമ്മുടെ മാക്ടു റീകോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ പറയാം. മാക്ടു റീകോണിൻ്റെയാണ്. സോ അതാണ് മോട്ടറിന് 103 വോട്ടിൻ്റെയും അതുപോലെ തന്നെയാണെങ്കിൽ പവർ 40.2 HP-യും മാക്സിമം NM ടോർക്ക് എന്ന് പറയുന്നത് 100 ആണ് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് 155 കിലോമീറ്റർ പവറും, അതുപോലെ തന്നെ ടയർ 10 അല്ലെങ്കിൽ 70 6 17 അല്ലെങ്കിൽ ഫ്രണ്ടിലത്തേത് 150 അല്ലെങ്കിൽ 60 ആണ് വരുന്നത്. വീൽ ബേസ് 1340 mm ആണ് വരുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ കർവ് വെയിറ്റ്, അതായത് ഈ ബൈക്കിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ 207 കിലോഗ്രാം വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വരുന്നത് 800 mm ആണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇവിടെ പറയുന്നത് 160 mm ആണ് വരുന്നത്. ബ്രേക്ക് വരുന്നത് 320 mm ഫ്രണ്ടും 230 mm റിവേഴ്സ്, അതായത് ബാക്കിലത്തേതുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി രണ്ട് ഫീച്ചറുകളും കൂടാണ് നമ്മുടെ അൾട്രാ വയലറ്റ് ബൈക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞ ഇത്തരം ഫീച്ചറുകൾ നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ മാക്ടൂവിനും മാക്ടു റീകോണിനും ഉള്ളതാണ്. സോ അതിൽ വരുന്നത് മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. ഡിജിറ്റൽ കൺസോളിൻ്റെ, നീളം വരെ സീറ്റിൻ്റെയും, അതുപോലെ തന്നെ ക്വാളിറ്റി സ്വിച്ച് ഗിയറും, പിന്നെ അതുപോലെ ട്യൂറിങ് ആക്സസറിയുടെയും അലുമിനിയം ചാർജിങ് ലിഡിൻ്റെയും ചെയിൻ ഡ്രൈവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫോട്ടോസ് കാണിച്ചിരുന്നു. സോ അതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചറുകളുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സൂപ്പർ സോണിക്ക്, അതുപോലെ തന്നെ സൂപ്പർ ഫീച്ചറുകൾ, അതുപോലെ തന്നെ സൂപ്പർ റേഞ്ച്, വാറൻറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് അതിൻ്റെ സ്പീഡ്, അതിൻ്റെ സമയം, അതിൻ്റെ 100 വരെ എത്താൻ 0 തൊട്ട് 100 വരെ, അതായത് 100 വരെ എത്താൻ വേണ്ടി 100 km/h സ്പീഡ് വരെ എത്താൻ വേണ്ടി ഒരു 7 സെക്കൻഡ് മതി. 7.7 സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ. അത്രയ്ക്ക് ടോപ്പാണ്. അത്രയ്ക്ക് സൂപ്പർ സോണിക് ബൈക്കാണ് വരുന്നത്. നമ്മുടെ സൂപ്പർ സോണിക് ജെറ്റ് കോഡിൻ്റെ അത്രയൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് സൂപ്പർ സോണിക്കാണ്, സൂപ്പർ സോണിക് ബൈക്കിനാണ് ഇതിനറിയപ്പെടുന്നത്. അൾട്രാ വയലറ്റ് F77 മാക്ടൂവും അതുപോലെ മാക്ടു റീകോണുമാണ്. പിന്നെ നമുക്കിനി ഇവിടെ പറയാനുള്ളത് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ അതുപോലെ ഡെൽ വാച്ചുമാണ്. ഡെൽ വാച്ചിലാണെങ്കിൽ കുറേ ഫീച്ചറുകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെൽ വാച്ചിലൊക്കെ ഇതിലെ ഫീച്ചറുകൾ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ അതിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കാറിനെ ബൈക്കിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് പറ്റിയൊരു ബുക്കാണ് ഫാസ്റ്റ് ട്രാക്ക്, മലയാള മനോരമയുടെ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ബുക്ക്. സോ ഈ ഒരു ബുക്ക് മാത്രമല്ല, ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് സൈഡ് വീഡിയോസും ഈ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബുക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കാറിനെ പറ്റി ഇതുപോലെയൊക്കെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ നമുക്കിവിടെ ഓട്ടോ ഡോക്ടറും അതുപോലെ തന്നെയാണെങ്കിൽ കാറിൻ്റെ ഓരോരോ രീതികൾ പറയുന്നുണ്ട്. സോ ഇത് നമ്മുടെ എന്താണ് നമ്മുടെ ഓഡി കാറ്. സോ ഇതാണ് നമ്മുടെ കാറ്. ഇതുപോലത്തെ ഫീച്ചറാണ്. ഇതാണ് നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ X47 എന്ന് പറയുന്ന മോഡൽ. ഇപ്പോൾ അതിപ്പോൾ പുതുതായിട്ട് ഇറക്കിയ ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 150,000 രൂപയാണ് വരുന്നത്. ഇത് അൾട്രാ വയലറ്റിൻ്റെ പുതിയൊരു മോഡൽ ബൈക്കാണ് വരുന്നത്.
അതുപോലെ തന്നെ ഇവർക്ക് സ്കൂട്ടറും ഉണ്ട്, അതിൻ്റെ വരും. ഇതിനകത്ത് തന്നെ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളുടെ കാറുകൾ, ബൈക്കുകൾ ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോബയോഗ്രാഫിയും ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഇതുപോലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നത് എന്തൊക്കെ ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇവിടെയാണ് മെയിൻ കാണിച്ചത്. ഇത് നമ്മുടെ വണ്ടിയുടെ ലിസ്റ്റാണ് ഈ കാണിക്കുന്നത്. ഏത് വണ്ടി, ഏത് കാറ്, ഏത് ബൈക്ക്, ഏത് സ്കൂട്ടർ, ഇതൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ് ബയേഴ്സ് ഗൈഡ് ഇ കാർസ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസ്. ഇവിടെ ഇലക്ട്രിക് ബൈക്ക് ആൻഡ് സ്കൂട്ടേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ഇവിടെ കാറുകളും, ഇവിടെ ബൈക്കുകളും. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ പേരും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കാറിൻ്റെ ഓക്കെ. അതുപോലെ തന്നെയാണ് ഇത് തന്നെ ഒരു 2-3 പേജെങ്കിലും കാണും. ഓക്കെ, ഇതുണ്ട്. ഇതിപ്പോൾ 4 പേജായി. സോ ഇത് ഇത്രയും പേജ് ഈ കാറിനും ബൈക്കിൻ്റെ ഒക്കെയാണ്. ഓക്കെ, ഇത് ഇലക്ട്രിക് അല്ല, ഇത് നമ്മുടെ നോർമൽ കാറിലാണ്, ഇലക്ട്രിക്കിൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ബുക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡോക്ടർ, നമ്മുടെ കാറിൻ്റെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടോ ഇനി ഉണ്ടെങ്കിൽ നാളെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബുക്ക് നിങ്ങളെന്തായാലും വാങ്ങിക്കുക. ഇത് നമ്മുടെ ലൈബ്രറിയിലും അവൈലബിൾ ആണ്. മലയാള മനോരമയുടെ സ്വന്തം ഫാസ്റ്റ് ട്രാക്ക് ബുക്ക്. സോ അപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് മലയാള മനോരമ പത്രക്കാർ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മലയാള മനോരമ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ബുക്ക് വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്നുണ്ട് വർഷങ്ങൾ, അതായത് മാസങ്ങളിൽ എല്ലാ മാസവും ഈ ബുക്ക് കിട്ടും. ഇനി മെയ് മാസത്തെ ബുക്കും കൂടെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ മാസത്തെ ബുക്കാണ്. സോ ഇതിലും കുറേ കാറുകളും ബൈക്കിൻ്റെ ഫീച്ചേഴ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതിൽ നമ്മുടെ അക്യൂറസി, അതായത് ഇതിപ്പോൾ ഉണ്ട് ഈ ഒരു കാറിനെ പറ്റി നേരിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോൾസ്റ്റാർ 6 എന്ന് പറയുന്ന കാറ്. ഈ കാറിനെ പറ്റിയ ഡീറ്റെയിൽസ് ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇന്ന് അപ്ലോഡ് ആകും. അത് ഞാൻ ഷെഡ്യൂളാക്കി ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇത് പോൾസ്റ്റാർ 6 ആണ് മോഡൽ വരുന്നത്. ഇത് നമ്മുടെ ഫോർഡ് മസ്താങ്ക റാപ്റ്റർ വരുന്നുണ്ട്. ഇത് പല പല കാർസിൻ്റെ ചെറിയ മോഡലുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ പോൾസ്റ്റാർ 6 എന്ന് പറഞ്ഞ ഒരു കാർ, ലക്ഷറിയാണ് ഈ കാർ. ഈ ഒരു കാറിനെ പറ്റിയാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അത് പലരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പോൾസ്റ്റാറിൻ്റെ ഞാൻ കൂട്ടിയത് ഈ ഒരു വീട്ടിൽ നിന്നുമാണ്. ഈ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ എടുത്തത്. ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ കാറിനെ പറ്റി ഒന്ന് പഠിച്ച്, ഇതൊരു ബൈക്കിനെ പറ്റിയാണ് പഠിച്ച് എങ്കിൽ അതിനെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇതുപോലത്തെ ഫീച്ചറുകളായിട്ടുള്ള ഇഷ്ടം പോലെ കാറുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ബൈക്കിനെ പറ്റി പറയാം. ഇതാണ് നമ്മുടെ ബൈക്ക് എന്ന് പറയുമ്പോൾ അൾട്രാ വയലറ്റാണ്. അൾട്രാ വയലറ്റ് ഓക്സൈഡ് മാച്ച് ടു റീക്കോൺ. മാച്ച് ടുവിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. മാച്ച് 2 അല്ല, മാച്ച് 2. ഓക്കെ, അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇവിടെ വരുന്നത്. അൾട്രാ വയലറ്റിൻ്റെ സൂപ്പർ നോവ 12 kW DC ചാർജിങ്. അപ്പോൾ എന്തായാലും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അൾട്രാ വയലറ്റിൻ്റെ സൂപ്പർ നോവ 12 kW DC ചാർജിങ് ചെയ്താൽ, അതായത് ഇതിൻ്റെ ഒരു വഴി മോഡാണെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് വഴിയാണ് ഇത് ചാർജിങ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, അതായത് നെറ്റ്വർക്ക് വഴിയും ചാർജ് ചെയ്യാൻ പറ്റും. ചെയ്താൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകും എന്നാണ് ഇവിടെ പറയുന്നത്. 220 തൊട്ട് 80 വരെ ചാർജ് ആവാൻ മാക് 2വിന് ശരാശരി 45 മിനിറ്റ് മതി. ഓക്കെ, മാക് 2വിനാണെങ്കിൽ 20 തൊട്ട്, അതായത് 20% ബാറ്ററി തൊട്ട് 80% ബാറ്ററി വരെ ആവാൻ വേണ്ടി 3/4 മണിക്കൂർ 45 മിനിറ്റ് മാത്രം മതിയാകും. അതുപോലെ തന്നെ മാക് 2 റീകോണിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 60 മിനിറ്റ്, അത് 1 മണിക്കൂർ ഫുൾ എടുക്കും. അതാണ് പറയുന്നത്. സമയത്തിനും അതുകൊണ്ട് ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ മെയിനായിട്ടും വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ചാർജിങ്ങുമാണ് ഇതിൽ പറയുന്നത്. സ്റ്റാൻഡേർഡ് ചാർജർ
ഉപയോഗിച്ചാൽ 3 മണിക്കൂർ കൊണ്ട് 70 തൊട്ട് 80% ആക്റ്റീവ് റീകോണിന് 5 മണിക്കൂർ. ആക്റ്റീവിനാണെങ്കിൽ നോർമൽ ചാർജർ വെച്ച് അതല്ല അവർ തരുന്ന ചാർജർ വെച്ച് ചാർജ് കഴിഞ്ഞാൽ 3 മണിക്കൂർ, ആക്റ്റീവ് റീകോണിന് 5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ബൂസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. ബൂസ്റ്റ് ചാർജിങ് മോഡും കൂടി ഇതിനുണ്ട്. 3 ചാർജിങ് മോഡാണ്. ഒന്ന് നമ്മുടെ നെറ്റ്വർക്ക് വഴി ചാർജ് ചെയ്യും, പിന്നെ അതിൻ്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യും. ഇപ്പോൾ ബൂസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത്. സോ അപ്പോൾ ഇതിൽ ഈ 0 തൊട്ട് 80 വരെയാണ് ഫുൾ ചാർജ്. 0 തൊട്ട് 80 വരെ ആവാൻ, അതായത് ശതമാനമാകാന് 1.5 മണിക്കൂറും 2 മണിക്കൂറും വേണം എന്നാണ് പറയുന്നത്. ബൂസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇതിനെക്കാട്ടി സമയം കുറേ കാണിച്ചില്ല, 1.5 മണിക്കൂറൊക്കെ എടുക്കത്തുള്ളൂ. എന്താണ് 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടി പോകുന്ന 2 മണിക്കൂർ ആക്റ്റീവിനും അതുപോലെ ആക്റ്റീവ് റീകോണിനും അതിന് സെയിം തന്നെയാണ്. ബൂസ്റ്റ് ചാർജിങ്ങിൽ ആക്റ്റീവിനും ആക്റ്റീവ് റീകോണിനും സെയിം സമയം എടുക്കത്തുള്ളൂ, വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ വരുന്ന കാര്യം വെച്ചാൽ ഡെൽവാച്ചാണ്. ഡെൽവാച്ചിൻ്റെ ഫീച്ചറുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ബൈക്ക് വാങ്ങിക്കും എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ത് നോക്കിയാലും ഇത് ആക്റ്റീവ് റീകോണിന് 4 ലക്ഷം രൂപയാണെങ്കിലും ആക്റ്റീവിന് 3 ലക്ഷം രൂപയാണെങ്കിലും ഇതിൽ ഡെൽവാച്ചും കൂടെ അറിയാതെ പോയി ശരിയാവില്ല. കാരണം അങ്ങനത്തെ ഫീച്ചറാണെങ്കിൽ ഇത് ബൈക്കിൻ്റെ ഇത്രയും ഫീച്ചർ കേട്ടിട്ട് ഡെൽവാച്ച് കേട്ടില്ല എങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, ഡെൽവാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, ഡെൽവാച്ച് വാഹനത്തിൻ്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്ന സംവിധാനം. ഡെൽവാച്ച് വാഹനത്തിൻ്റെ സേഫ്റ്റി, ബൈക്കിൻ്റെ അൾട്രാവയലറ്റ് ബൈക്കിൻ്റെ സേഫ്റ്റി, ആക്റ്റീവിനും ആക്റ്റീവ് റീകോണിന് സേഫ്റ്റി ഉണ്ടല്ലോ, അത് ഉറപ്പാക്കണം. നമ്മളിപ്പോൾ നമ്മുടെ അനിയന്മാർ ചേട്ടന്മാരെയൊക്കെ കൊണ്ടുപോകാനുള്ള സേഫ്റ്റി നോക്കില്ല നമ്മുടെ, അതുപോലെയാണ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡെൽവാച്ചിൻ്റെ ഇത് അതുതന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ആരെങ്കിലും വാഹനം മോഷ്ടിക്കാനോ മറ്റോ ശ്രമിച്ചാൽ അലർട്ട് തരുന്ന സംവിധാനമാണിത്. അതായത് ഇപ്പോൾ ആളുകളിപ്പോൾ കീ ഇല്ലാതെ, അതായത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന വിചാരിച്ചാൽ അലർട്ട് തരും. അങ്ങനത്തെ ഒരു ഫീച്ചറും ഇതിൽ ഡെൽവാച്ചിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ്, മാത്രമല്ല വയലറ്റ് ഐ ഫീച്ചറും ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വയലറ്റ് AI ഫീച്ചറാണ് ഇതിലുള്ളത്. അപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ AI ഫീച്ചർ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ AI ഫീച്ചർ വെച്ച് ഓണർ തന്നെയാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം വണ്ടി നീങ്ങത്തുള്ളൂ, അലേർട്ട് തരത്തില്ല. ഓണറല്ല എങ്കിൽ അലേർട്ട് തരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ബൈക്ക് ചാർജ് ചെയ്ത് നിന്ന് നീക്കിയാലോ, അതായത് ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് നിന്ന് നീക്കിയാൽ, അത് തെറ്റിപ്പോയി ചാർജാണ് തോന്നിയത്. ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് നിന്ന് നീക്കിയാലോ, അതുപോലെ തന്നെ ആരെങ്കിലും കയറിയിരുന്നാലോ മറിഞ്ഞു വീണാലോ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാലോ വാർണിംഗ് നൽകും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഡെൽവാച്ചിലുണ്ട്. ഇനിയുമുണ്ട് ഫീച്ചേഴ്സ്, അതായത് മറിഞ്ഞു വീണാലൊക്കെ. ഇപ്പോൾ വേറൊരാൾ കയറി വന്ന് ബൈക്ക് മറിഞ്ഞു വീണാൽ, ഇപ്പോൾ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചാൽ, വേറെ ആരും അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നാൽ അപ്പോൾ അതിൻ്റെ ഫീച്ചർ നമ്മളെ വാർണിംഗ് അറിയിക്കും. നമുക്ക് വാർണിംഗ് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മെസ്സേജാണോ അതോ അലാറം വരാൻ ചാൻസ് കുറവാണ്. നമുക്ക് എന്തായാലും ഓണറിൻ്റെ ഫോണിൽ, അതായത് ഓണറിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തിൽ മൊബൈൽ ഫോണിൽ ലിങ്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും ഇത് വാർണിംഗ് മെസ്സേജ് തരും. അപ്പോൾ എന്തായാലും ഓണർ തിരിച്ചു വന്ന് ബൈക്ക് രക്ഷിക്കാനും സാധിക്കും. ആ ഒരു ഫീച്ചർ ഈ അൾട്രാവയലറ്റിൻ്റെ ആക്റ്റീവിനും ആക്റ്റീവ് റീകോണിനും അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല ക്രാഷ് അലർട്ടും ഡെയിലി റൈഡ് സ്റ്റാറ്റസ് നൽകുന്നുണ്ട്. അതായത് ഇതിൽ ഡെയിലി റൈഡ് സ്റ്റാറ്റസ്, അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഓടിച്ചു എന്ന് മാത്രമല്ല നമ്മൾ എവിടെയൊക്കെ പോയി അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് തരും എന്നൊരു ഇതാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇതിൽ ക്രാഷ് അലേർട്ട് ഡെയിലി റൈഡ് സിസ്റ്റവും ഉണ്ട്, ക്രാഷ് അലേർട്ടും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയ് മുതൽ വിതരണം തുടങ്ങും. അതായത് ഈ മെയ് മുതലല്ല, 2024 മെയ് മുതലായിരുന്നു അത് തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇത് ഇന്ത്യയിൽ 15 നഗരങ്ങളിൽ ഷോറൂം ഉണ്ടാകും. അതായത് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ 15 സിറ്റികളിൽ ഇതിൻ്റെ ഷോറൂം ഉണ്ടാകും. കേരളത്തിൽ ഇതിനെ കൊച്ചിയും കോഴിക്കോടുമാണ് പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും നമ്മളുടെ അൾട്രാവയലറ്റിനെ പറ്റിയുള്ള ഫീച്ചറുകൾ. സോ എന്തായാലും നമ്മൾ ഒരു ബുക്കിംഗ് നമ്മൾ തന്നെ പറഞ്ഞത് ഇത്
നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബുക്ക് തന്നെയാണ്. ഇത് നമുക്ക് 2 ബിഗ്നായി കിട്ടിയ ബുക്കാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ. സോ ഇതൊക്കെ നമുക്ക് കാണാൻ കീറിയൊക്കെ ഇരിക്കുന്നത്. അതിനകത്തൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ മാറ്റിയെടുത്തതാണ്. ഫോട്ടോസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതെല്ലാം മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ബെൽ ബട്ടണിനകത്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ആയിരുന്നു, അപ്പോൾ പാർട്ട് 2 ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്കൊന്നുമല്ല, നമ്മളുടെ സൈക്കിളാണ് വരുന്നത്. വെറും സൈക്കിളില്ല, നമ്മുടെ റാലി സൈക്കിളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ആ ഒരു സൈക്കിളിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. 150ാമത്തെ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ, അതായത് ഈ ലേഡീസ് മോട്ടോർ ഗാരേജ് ആൻഡ് ട്രാവലുകൾ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കാണുന്ന 99% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.